നമസ്കാരം. വീണായൻ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്ന Spinner Pipes, manufacturers of HDPE and PVC pipes. Think irrigation, think Spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. വടക്കാഞ്ചേരിയിലെ ബ്യൂട്ടി സിൽക്സിന്റെ ഏറ്റവും വലിയ ഷോറൂമിനൊപ്പം ആഘോഷങ്ങൾ വലുതാവുന്നു. വടക്കാഞ്ചേരിയിലെ ഏറ്റവും വലിയ വെഡിംഗ് സെന്ററായ ബ്യൂട്ടി സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം. ഓരോ ഒരുക്കങ്ങളും ബ്യൂട്ടിക്കൊപ്പം. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 33ാമത് രക്തസാക്ഷിത്വ ദിനം കോൺഗ്രസിന്റെയും വിവിധ സംഘടനകളുടെയും നേതൃത്വത്തിൽ രാജ്യമെങ്ങും വിപുലമായ പരിപാടികളോടെ ദിനാചരണം. വിവിധ കേന്ദ്രങ്ങളിൽ അനുസ്മരണ സമ്മേളനങ്ങളും പുഷ്പാർച്ചനയും നടന്നു. തൃശൂർ DCCയിൽ നടന്ന അനുസ്മരണ പരിപാടി TN പ്രതാപൻ MP ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ ബ്ലോക്ക് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പരിപാടികൾ. കരിമത്ര മഹാത്മാ സംഘം ഓഫീസിലും ദിനാചരണ പരിപാടികൾ. കുന്നംകുളം കാണിപ്പയ്യൂരിൽ വീടുകയറി 7 അംഗ സംഘത്തിന്റെ ആക്രമണം. വയോധിക ഉൾപ്പെടെ 3 പേർക്ക് ഗുരുതര പരിക്കേറ്റു. കടം കൊടുത്ത 10,000 രൂപ തിരിച്ചു ചോദിച്ചതാണ് ആക്രമണത്തിന് കാരണമായതെന്ന് വിവരങ്ങൾ. പരിക്കേറ്റ കുടുംബാംഗങ്ങൾ മുളങ്ങുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ. രാത്രിയോടെ വീട്ടിൽ അതിക്രമിച്ചു കയറിയ സംഘം ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നുവെന്ന് കുടുംബം. കൂട്ടായ്മയാണ് സഭയുടെ അടിത്തറയെന്ന് തൃശൂർ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത. വെല്ലുവിളികൾക്കിടയിലൂടെ ഒരുമയോടെ ഇനിയും മുന്നേറേണ്ടതുണ്ടെന്നും ആർച്ച് ബിഷപ്പ്. തൃശൂർ അതിരൂപതയുടെ 137ാമത് സ്ഥാപന ദിനാഘോഷത്തിന്റെ ഭാഗമായി കൊട്ടേക്കാട് സെന്റ് മേരീസ് അസംഷൻ ഫൊറോന പള്ളിയിൽ വിപുലമായ പരിപാടികൾ. ദിവ്യബലിയിലും പൊതുസമ്മേളനത്തിലും പങ്കെടുക്കാൻ വിശ്വാസി സമൂഹം ഒഴുകിയെത്തി. ചെണ്ടമേളവും കലാവിരുന്നുമെല്ലാം ആഘോഷത്തിന് നിറം പകർന്നു. ചാലക്കുടി പഴയ ദേശീയപാതയിൽ വാഹനാപകടം. സ്വകാര്യ ബസ്സിടിച്ച സ്കൂട്ടർ യാത്രക്കാരനായ യുവാവിന് ദാരുണാന്ത്യം. കനകമല സ്വദേശി കുറ്റിക്കാടൻ വീട്ടിൽ 46-കാരൻ ബിജു ജേക്കബാണ് ദുരന്തത്തിനിരയായത്. സമാന ദിശയിൽ സഞ്ചരിച്ചിരുന്ന വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത്. കാറ്റിലും മഴയിലും വൻ നാശനഷ്ടം. തൃശൂർ കളക്ടറേറ്റിനു സമീപത്തെ കൂറ്റൻമരം കാറ്റിൽ കടപുഴകി വീണു. തൃശൂർ ടൗൺ വെസ്റ്റ് പോലീസ് സ്റ്റേഷന്റെ മതിൽ തകർന്നു. പ്രദേശത്തെ ഇലക്ട്രിക് പോസ്റ്റുകളും തകർന്നു വീണതോടെ വൈദ്യുത ബന്ധവും തകരാറിലായി. തൃശൂർ ഫയർ സ്റ്റേഷനിൽ നിന്നുമെത്തിയ അഗ്നിരക്ഷാസേന മരം മുറിച്ചു നീക്കി. തലോർ പോത്തോട്ടപ്പറമ്പിന് സമീപം KSRTC സ്വിഫ്റ്റ് ബസ് നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ ഇടിച്ചുകയറി. തിരുവനന്തപുരം പൊന്നാനി റൂട്ടിൽ സഞ്ചരിച്ചിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. അപകട മേഖലയായ പ്രദേശത്ത് മുന്നറിയിപ്പ് സൂചനാ ബോർഡുകൾ സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ. തൊഴിലിടങ്ങളിൽ ഇന്റേണൽ കമ്മിറ്റി നിർബന്ധമായും രൂപീകരിക്കണമെന്ന വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് ഇന്ദിര രവീന്ദ്രൻ. തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ നേരിടുന്ന ലൈംഗികവും മാനസികവും ശാരീരികവുമായ പ്രശ്നങ്ങൾ പ്രാഥമികമായി കേൾക്കേണ്ടത് ഇന്റേണൽ കമ്മിറ്റി എന്നും വനിതാ കമ്മീഷൻ അംഗം. തൃശൂർ ടൗൺ ഹാളിൽ ജില്ലാതല സിറ്റിംഗ് നടന്നു. ലഭിച്ച 67 പരാതികളിൽ 17 എണ്ണം തീർപ്പാക്കി. ശേഷിക്കുന്നവ അടുത്ത അദാലത്തിൽ പരിഗണിക്കും. കേരളത്തിൽ അതിതീവ്ര മഴ. അടുത്ത 5 ദിനം കനത്ത മഴ സാധ്യത പ്രവചിച്ച കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം. ശക്തമായ മഴയും കാറ്റും പ്രതീക്ഷിക്കുന്നതിനാൽ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ കടലിൽ പോകരുതെന്ന മത്സ്യത്തൊഴിലാളികൾക്ക് മുന്നറിയിപ്പ്.